ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള ഷക്കീന ടെലിവിഷൻ്റെ പ്രിയങ്കരായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ എന്ന ഈ നോമ്പുകാല ധ്യാന പരമ്പരയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മുഴുവൻ മോശയെക്കുറിച്ചാണ്. ദൈവം ആവശ്യപ്പെട്ടതുപോലെ മോശ മരുഭൂമിയിലേക്ക് പോയി. 2 കാര്യങ്ങൾക്കാണ് പോയത്: കർത്താവിനെ കാണാൻ, കേൾക്കാൻ. മരുഭൂമിയുടെ സഹനത്തിലെ, ചൂടിലെ, ഭക്ഷണത്തിൻ്റെ അപര്യാപ്തതയിലെ, ആ സഹനങ്ങളുടെ നടുവിലെ മോശ ദൈവത്തെ കണ്ടു, മോശ ദൈവത്തെ കേട്ടു. മോശ കണ്ട ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, മോശയോട് പറഞ്ഞത് കൽപ്പനകൾ എഴുതി. ആദ്യത്തെ കൽപ്പനകൾ 3 കൽപ്പനകൾ, രണ്ടാമത്തേതിൽ 7 കൽപ്പനകൾ. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ സഞ്ചരിക്കുന്നതാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. മോശ രൂപാന്തരപ്പെട്ടു. നോമ്പുകാലത്തെ ഈ 40 ദിവസങ്ങൾ, നോമ്പുകാലത്തിലെ ഈ 50 ദിവസങ്ങൾ ഞാനും നിങ്ങളും കർത്താവിനെ കാണണം, കർത്താവിനെ കേൾക്കണം. പലപ്പോഴും ബാഹ്യമായ ചില അനുഷ്ഠാന ക്രമങ്ങളിലേക്ക് നമ്മൾ ചുരുക്കാറുണ്ട് നോമ്പുകാലം. അല്ല, നോമ്പുകാലം കർത്താവിൻ്റെ കൂടെ ഏകാഗ്രതയിലെ, ഏകാന്തതയിലെ, സഹനങ്ങളുടെ തീച്ചോളകളിലെ കർത്താവിനെ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. മോശയുടെ മറുരൂപപ്പെടല് നമുക്ക് സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നോമ്പുകാലം കഴിയുമ്പോൾ നമുക്ക് ഒരു ഭാവ വ്യത്യാസം ഉണ്ടാകണം. വെറോനിക്കാട് വെള്ളശീലയിൽ പതിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖം ഇന്നും എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകുന്നത് പോലെ ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്ന ഭാവമാറ്റം, അത് സത്യത്തിൽ നമ്മുടെ ശൈലി മാറ്റമാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ അബ്രഹാമിനെ കുറിച്ചാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അതിൽ 6-ാമത്തെ വചനം: വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസത്തിന്റെ ചിറകുകളിലെ മനുഷ്യൻ പറന്നു ഉയരുന്നതാണ് വിശുദ്ധി. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതം. നീ അബ്രഹാമല്ല, ഞാൻ നിന്നെ അബ്രഹാമാക്കുന്നു. യു ആർ നോട്ട് എ നോബിൾ ഫാദർ, you are beyond the noble father, you are the father of the nations. ഈ നോമ്പുകാലം തലമുറകളിലേക്ക് വിശ്വാസം കൈമാറാനുള്ള ഒരു പിതൃത്വത്തിൻ്റെ വിളിയാണ്, ഒരു മാതൃത്വത്തിൻ്റെ വിളിയാണ്. അബ്രഹാം വിശ്വാസം പാലിച്ചത് 3 നിലപാടുകളിലാണ്. ഒന്ന് സറണ്ടർ, നിലം പറ്റി. അവൻ്റെ വിശ്വാസം അവൻ്റെ വിശ്വസ്തതയായിരുന്നു. അവൻ്റെ വിശ്വാസം അവൻ്റെ ഫലദായകത്വമായിരുന്നു. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഫ്രൂട്ട്ഫുൾനെസ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുത്താൻ സമ്മതിച്ചു. ഇസഹാക്കിൻ്റെ കുഞ്ഞു ചുമലിൽ വിറക് അട്ടിവെച്ചപ്പോഴ് കാൽവരിയിൽ കർത്താവ് ചുമന്ന കുരിശിന്റെ പ്രതീകം നമ്മളവിടെ കണ്ടു. അബ്രഹാമിനോട് കുഞ്ഞ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എൻ്റെയും നിങ്ങളുടെ ചങ്ക് തകർക്കുന്ന ചോദ്യമാണ്. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, അഗ്നിയുണ്ട്, പക്ഷെ ബലിമൃഗം എവിടെ? കുഞ്ഞിനോട് അബ്രഹാം ഗദ്ഗദകണ്ഠനായിട്ട് പറഞ്ഞ മറുപടി: കുഞ്ഞേ, തക്ക സമയത്ത് തമ്പുരാൻ തരും. തന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ സമയത്തിന്റെ പൂർത്തിയിലെ സമയം സമാഗതമായി തൻ്റെ ഏകജാതൻ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയത്. അതാണ് കുരിശ്. കുരിശിൽ ഞാനും നിങ്ങളും കാണുന്നത്
ദൈവത്തിൻ്റെ ബലിയർപ്പണമാണ്. ബലിയർപ്പിക്കാത്ത ആർക്കും തന്നെ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല. എൻ്റെ ജീവിതം ബലിയാകുന്നിടത്താണ് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉത്ഥാനത്തിൻ്റെ വലിയ സൂര്യപ്രഭ വെൺകതിരെ നമ്മൾ അനുഭവിക്കുന്നത്. പ്രഭാതത്തിൽ മറിയം തിടക്കത്തിൽ വന്നപ്പോൾ കണ്ടു കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ബലിയർപ്പണത്തിൽ നമുക്ക് സംഭവിക്കുന്ന കുരിശുമരണം ഉണ്ടല്ലോ, ഉത്ഥാനത്തിലേക്കുള്ള വലിയ കവാടം തുറക്കലാണ്. അബ്രഹാം വിശ്വാസം പ്രകടിപ്പിച്ചത് ഔദാര്യം കൊണ്ടാണ്. ഷെയറിങ്. ലോത്ത് തർക്കിച്ചപ്പോ പറഞ്ഞു, എടുക്കുക, നിനക്കേതാ വേണം, ഇടത്ത് നീ എടുത്താലേ ഞാൻ വലത്തേക്ക് പോകും, വലത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകും. ജോർദാന്റെ താഴ്വര, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുള്ള, എന്ത് നട്ടാലും 100 മേനി വിളവ് നൽകുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് കച്ചവട കണ്ണോടുകൂടെ നോക്കിക്കണ്ടു ലോത്ത്. അബ്രഹാമിന് കിട്ടിയത് മരുഭൂമിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ചരിത്രത്തിലെ ലോത്ത് തെരഞ്ഞെടുത്തത് സൊദോം ഗൊമോറയായി. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഔദാര്യമാണ് വിശ്വാസം. ഔദാര്യമാണ് വിശ്വാസം. 50 ദിവസം നോമ്പെടുത്തിട്ട് സ്വന്തം ജനിപ്പിച്ച അപ്പനോടും അമ്മയോടും മുഖം തിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ ഉത്ഥാനത്തിന് അവകാശമില്ല. സ്വന്തം ഭാര്യയുമായിട്ട് പിണങ്ങി അന്യ സ്ത്രീകളുമായിട്ട് ജീവിക്കാൻ ഞാൻ നിശ്ചയിക്കുമ്പോഴും ഉത്ഥാനത്തിരുന്നാളിന് എന്തർത്ഥമുള്ളത്? സന്മാർഗീകതയും ലൈംഗികതയും കൊണ്ട് ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന ഞാനും നിങ്ങളും നോമ്പ് വീടുന്നത് ഇറച്ചി കഴിച്ചിട്ടും മദ്യം കഴിച്ചിട്ടും എന്തർത്ഥമാണ് അതിനുള്ളത്? തിരഞ്ഞെടുപ്പ് ഔദാര്യത്തിൻ്റെതാണ്. എൻ്റെ ദൈവം എനിക്ക് നൽകിയത് സ്വന്തം ജീവനാണെങ്കിലേ എൻ്റെ ജീവൻ കൊടുക്കാൻ. എൻ്റെ ഭാര്യയ്ക്ക് കുറവുണ്ട്, എൻ്റെ ഭർത്താവിന് കുറവുണ്ട്, എൻ്റെ മക്കൾക്ക് കുറവുണ്ട്, എൻ്റെ മാതാപിതാക്കൾക്ക് കുറവുണ്ട്. ആ കുറവുകൾ പരിഹരിക്കാൻ എൻ്റെ ദൈവം ഈ നോമ്പുകാലത്ത് എന്നെ വിളിക്കുന്നു. മൽക്കീസദേക്ക് അപ്പവും മീഞ്ഞും കൊടുത്ത കഥ നമ്മൾ വായിച്ചു. മൽക്കീസദേക്ക് അപ്പവും മീഞ്ഞും കൊടുത്തപ്പോഴ് യുദ്ധം ജയിച്ചു വന്ന അബ്രഹാം മൽക്കീസദേക്കിന് 10 ദശാംശം കൊടുക്കും. മക്കളെ, ഈ പിച്ചപാത്രത്തിൽ ഇടുന്ന നയ പൈസയൊന്നുമല്ല നേർച്ച. എൻ്റെ ജീവിതം എൻ്റെ തമ്പുരാനി. ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ വക്കീലാണ്, ഞാൻ ഗവൺമെന്റ് ഓഫീസറാണ്, ഞാൻ അധ്യാപകനാണ്. എൻ്റെ കയ്യിൽ വന്നുകൂടുന്നതെല്ലാം തന്നെ ഭണ്ഡാരത്തിലെ നിധിയാണ്. അതെൻ്റെ സഹോദരനും കൂടെ അവകാശപ്പെട്ടതാണ്. ഔദാര്യത്തിൽ നിന്നാണ് നോമ്പ്. അതാണ് ഉത്ഥാനം. നീ കൊടുക്കുമ്പോൾ നിനക്ക് അനുഭവപ്പെടുന്ന മുറിവുണ്ടല്ലോ, അത് കർത്താവിന്റെ തിരുമുറിവാ. നീ കൊടുക്കുമ്പോൾ നിനക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രസവ വേദനയുണ്ടല്ലോ, അത് ഉത്ഥാനത്തിന്റെ നൊമ്പരമാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദ്, എനിക്ക് തോന്നുന്ന ദൈവം പഴയ നിയമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കഥാപാത്രമാണ് ദാവീദ്. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം ദ മോസ്റ്റ് ബിലവഡ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ദാവീദ്. ദാവീദ് കല്ല് വെച്ചപ്പോ ഗോലിയാത്ത് വീണ്. നിങ്ങൾ വിചാരിക്കുന്ന ദാവീദിന്റെ കരുത്ത് കൊണ്ടാണെന്നാണോ? ദാവീദ് കവണയിൽ വെച്ച കല്ല് കർത്താവിന്റെ കരുത്തിന്റെ കല്ലാണ്. ആ കല്ലിലാണ് ഗോലിയാത്ത് തകർന്ന് തരിപ്പണമായത്. ആ ദാവീദിന്റെ വീഴ്ച. സ്നേഹമുള്ളവരെയും, വിസ്മയ അഗസ്തീനോസ് പുണ്യവാൾ ഏറ്റവും കൊടും പാപി ധൂർത്തപുത്രന്റെ കഥ വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് an anticipated bale of my story.
എൻ്റെ ജീവിത കഥയുടെ ഒരു മുൻകൂർ ജാമ്യമാണ് ധൂർത്തപുത്രന്റെ കഥ. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലെ കർത്താവിൻ്റെ മരണത്തിലെ എനിക്ക് പങ്കുപറ്റാൻ അവകാശം ലഭിക്കുന്നത് എൻ്റെ പാപത്തിലാണ്, എൻ്റെ പാപബോധത്തിലാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം, 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം, കർത്താവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പാപങ്ങളിലെ ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പാപബോധം കുരിശുമരണത്തിലുള്ള പങ്കാളിത്തമാണ്. എന്തിനാണ് പാപബോധം എൻ്റെ ഹൃദയത്തിൽ തമ്പുരാൻ സൃഷ്ടിക്കുന്നത്? അത് ഉത്ഥാനത്തിലേക്കുള്ള വലിയ കവാടം തുറക്കലാണ്. അതുകൊണ്ട് തന്നെ ഉയർപ്പ് തിരുനാള് എൻ്റെ പാപങ്ങളോട് മരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് വെക്കുന്ന സ്വർഗത്തിലേക്കുള്ള ചിറകുകളാണ്. നമുക്ക് ഈ ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ സംഭവിക്കട്ടെ. എൻ്റെ കണ്ണുകളിൽ ഈറനണിയുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് ചിറകിട്ടടിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഈറനണിയുമ്പോൾ എൻ്റെ കണ്ണുനീര് ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ജ്വലനത്തിൻ്റെ ആവിയാണെന്ന് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ ആവിയാണ് കണ്ണുനീര്, എൻ്റെ ഹൃദയം കഴുകാനുള്ള കണ്ണുനീര്. നമുക്ക് ഇന്നത്തെ ഈ ചിന്തകൾ പങ്കിടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാം, സകുടുംബം, അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പാവന റൂഹായേ ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പാവന റൂഹായേ ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ആത്മാവേ വരയണമേ, റൂഹ പെയ്യട്ടെ. ആത്മാവേ നിറയണമേ, കാറ്റായി മഴയായി ആത്മാവേ കൊടുങ്കാറ്റാകണേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂടെ ആയിരിക്കണേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിലെ, ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലെ, ഞങ്ങളുടെ യുവജനതയുടെ ഹൃദയങ്ങളിലെ, ഞങ്ങളുടെ വൈദികരുടെ ഹൃദയങ്ങളിലെ, ഞങ്ങളുടെ സമർപ്പിതരുടെ ഹൃദയങ്ങളിലെ കർത്താവേ നിന്റെ ആത്മാവ് നിറയട്ടെ. ആത്മാവെ ഏറ്റെടുക്കണമേ, ഈ ശുശ്രൂഷ നിന്റേതാക്കണേ. ഞങ്ങൾ ഉപകരണങ്ങൾ, ഞങ്ങളൊന്നുമല്ല കർത്താവേ. ഇറങ്ങണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. യേശുവേ നന്ദി, നന്ദി, നന്ദി. പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. പന്തക്കുസ്തായിലേതുപോലെ, പന്തക്കുസ്തായിലേതുപോലെ മണ്ണിൽ ഊതിയപ്പോഴ് ജീവനുണ്ടായതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. ദൈവം മഹത്വം, മഹത്വം ദൈവമേ. ആരാധന, ആരാധന. ഞങ്ങളെ സ്പർശിക്കണേ. മണ്ണിൽ വെള്ളം ചേർത്ത് കുഴച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ മെരുക്കണമേ, വാർത്തെടുക്കണമേ, ഉരുക്കണമേ, അതിനെ പുതുക്കണമേ. പാപതിന്മകളെ ഉപേക്ഷിക്കാൻ, ജഡികമോഹങ്ങളെ ഉപേക്ഷിക്കാൻ, തഴക്കദോഷങ്ങളെ ഉപേക്ഷിക്കാൻ, പാപത്തോട് വിടുതൽ പറയാൻ
കർത്താവേ, നിന്റെ മരണം വലുതാണ്, നിന്റെ മരണം മഹനീയമാണ്, നിന്റെ മരണം വില കൊടുത്തതാണ്. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് കണ്ണീരോട് കരഞ്ഞ് മാപ്പ് ചോദിക്കാൻ, മാപ്പ് ചോദിക്കുക. മകളെ പൊയ്ക്കൊള്ളുക, മകളെ പൊയ്ക്കൊള്ളുക. ഈശോയിൽ വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിമുകളുമായിട്ടുള്ള ഒരു സൗഹൃദ സമ്മേളനത്തിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഒരു ചർച്ച വെച്ചതാണ്. ഞാനതിലുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ബിഷപ്പ്, അങ്ങയുടെ അഭിപ്രായത്തിൽ ഇസ്ലാമും ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസത്തിൽ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മതത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ക്രിസ്തു മതം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് തന്നാലും ഇതിൽ നിന്ന് ഞാൻ മാറാതെ ഇതിനോട് ചേർത്ത് നിൽക്കുന്നത്, ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു സെലക്ഷന് സാധിക്കാത്ത വിധത്തിൽ എൻ്റെ സ്വന്തമാകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്. അവർ കൗതുകത്തോടെ എന്നോട് ചോദിച്ചു, എന്താണത്? എൻ്റെ പാപത്തിന് എന്നെ ശിക്ഷിക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല്. ഞാൻ പാപിയാണ്, ഞാൻ തകർന്ന് തരിപ്പണമായവനാണ്, ഞാൻ സത്യത്തിലെ ദൈവത്തെ ധിക്കരിച്ചവനാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞാല് എന്നെ കരന്തെന്ന് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാൻ എനിക്കുണ്ട്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയിട്ടല്ല, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയിട്ടല്ല. എൻ്റെ ദൗത്യം പാപികളോട് പക്ഷം ചേരലാണ്. ഈ നോമ്പുകാലം നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിലെ നമ്മൾ പങ്കുകാരാകേണ്ടത് രണ്ട് വിധത്തിലാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. നിന്റെ പാപത്തെക്കുറിച്ച് നിന്റെ മനസ്സിൽ തോന്നുന്ന ദുഃഖമുണ്ടല്ലോ, ധൂർത്തപുത്രനെ തോന്നിയ സുബോധമുണ്ടല്ലോ, എൻ്റെ പാപം തെറ്റിപ്പോയെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന മന്ത്രിപ്പുണ്ടല്ലോ, അതാണ് പന്തക്കുസ്ത, അതാണ് പന്തക്കുസ്ത. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. ഞാനും നിങ്ങളും നമ്മുടെ പാപത്തോടുകൂടെ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? അവൻ്റെ ഉത്ഥാനത്തിൽ പങ്കുകാരാകാൻ, നഷ്ടപ്പെട്ട ഛായ തിരിച്ചു കിട്ടാൻ. ഹവ്വ നഷ്ടപ്പെടുത്തിയത്, പാപികൾ നഷ്ടപ്പെടുത്തിയത്, അത് തിരിച്ചു പിടിക്കാൻ ദൈവം എനിക്ക് നൽകുന്ന ഒരു മരണത്തിൻ്റെ അനുഭവമാണ് പാപബോധം. അവൻ പന്നിക്കുഴിയിൽ കിടക്കുന്ന വേളയിലെ അവൻ്റെ ഹൃദയത്തിൽ ആത്മാവ് ചിറകടിച്ചു. അവന് സുബോധമുണ്ടായി, അവന് സുബോധമുണ്ടായി. എന്താണ് ആ സുബോധം? എൻ്റെ അപ്പൻ കഥ കടക്കില്ല, എൻ്റെ അപ്പൻ എന്നെ തള്ളിക്കളയില്ല. ഞാൻ ചെയ്ത കൊള്ളരുതായ്മകള് എൻ്റെ അപ്പൻ ഒരുപക്ഷേ പരിഭവത്തോടുകൂടെ എന്നോട് പെരുമാറില്ല. എൻ്റെ പാപങ്ങള് എൻ്റെ അപ്പൻ കഴുകുന്നവനും കഴുകാൻ കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് അവന്റെ കാലുകൾക്ക് ശക്തി കിട്ടിയത്. പന്നിക്കൂട്ടിലെ മാലിന്യങ്ങളുടെ നടുവിലെ, ആ അസ്കതയുടെ നടുവിലെ അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ പക്കലേക്ക് പോകും, ഞാൻ അപ്പൻ്റെ പക്കലേക്ക് പോകും. ധൂർത്തപുത്രന്റെ മൂത്ത മകൻ അപ്പനുമായിട്ട് വഴക്ക് കൂടി. ഏത് അളവ് കോല് വെച്ചിട്ടാണ്, ഏത് തിലാസ് വെച്ചിട്ടാണ് നീ ഇത് തൂക്കിയത്? നിന്റെ നീതിയുടെ തിലാസിന്റെ തൂക്കുകെട്ട എന്താണ്? നീ വെച്ച തൂക്കുകെട്ട
ഞാൻ നിന്നെ ധിക്കരിച്ചിട്ടില്ല, നീ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ട്, നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവൻ കൊള്ളരുതാത്തവൻ, എല്ലാം നഷ്ടപ്പെടുത്തിയവൻ, പെണ്ണു പിടിച്ച് കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് എല്ലാം നശിപ്പിച്ചവൻ. അവനെ തൂക്കുന്ന അതേ തുലാസിൽ നീ എന്നെയും തൂക്കുന്നു. നോക്കൂ, ക്രിസ്തുമതത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള മേന്മ അത് പാപികളോട് കാണിക്കുന്ന അടുപ്പമാണ്, പാപിക്ക് കൊടുക്കുന്ന സ്പേസാണ്, പാപിയോട് കാണിക്കുന്ന ഇഷ്ടമാണ്, വാത്സല്യമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞത്, പാപബോധം കുരിശുമരണത്തിലുള്ള പങ്കാളിത്തമാണ്. യു ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എന്തിനാണ്? നഷ്ടപ്പെട്ട മുഖച്ഛായ തിരിച്ചെടുക്കാൻ. ഹവ്വ നഷ്ടപ്പെടുത്തിയ മുഖച്ഛായ, ആദാം നഷ്ടപ്പെടുത്തിയ മുഖച്ഛായ, പാപി നഷ്ടപ്പെടുത്തിയ മുഖച്ഛായ, അത് തിരിച്ചു കിട്ടാൻ ക്രിസ്തുവിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്താൻ, എന്നെ ക്രിസ്തുവിലേക്ക് മറുരൂപപ്പെടുത്താൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഈ ആമുഖത്തിന് ശേഷം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. ദാവീദ് എത്ര വലിയവനാണെന്ന് 132-ാമത്തെ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. 132-ാമത്തെ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വചനം ദാവീദ് എത്ര വിലപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ദാവീദിനെ നീ മറക്കരുത്, അദ്ദേഹം നിന്റെ ജനത്തിന് ചെയ്ത ശുശ്രൂഷകള് നീ ഒരിക്കലും മറക്കരുത്, ദാവീദിനെ നീ എന്നും ഓർക്കണമേ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിലെ ആർക്കും മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രമാണ് ദാവീദ്. വീണ്ടും സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ ദാവീദിനെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്, ഞങ്ങള് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ നിബന്ധനയുള്ളൂ, ദാവീദിനെ പോലെ ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു രാജാവിനെ ഞങ്ങൾക്ക് നൽകണേ, ദാവീദിനെ പോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നൽകണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദാവീദ് എന്ന വാക്കിൻ്റെ അറമായ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന പഴയ നിയമത്തിൽ ഒരു കഥാപാത്രത്തിനും അത്രയേറെ അടുപ്പം ദൈവത്തോട് ഉണ്ടായിട്ടില്ല. ദാവീദ് എഴുതിയ 150 സങ്കീർത്തനങ്ങള് നിങ്ങൾ മറിച്ച് ഒന്ന് പാടി നോക്ക്. അത് 2 കാര്യങ്ങളേ ഉള്ളൂ. ദാവീദിന് ദൈവത്തോട് തോന്നിയ ഇഷ്ടം, ദൈവത്തിന് ദാവീദിനോട് തോന്നിയ പ്രണയം. ഈ 2 കാര്യങ്ങളെ സങ്കീർത്തനത്തിൽ മുഴുവനുള്ളത്. ദാവീദ് ദൈവത്തെ പ്രകീർത്തിച്ചത് അവിടുത്തെ സ്നേഹത്തെ ഓർത്തിട്ടാ. ദാവീദിനെ കുറിച്ച് ദൈവത്തിനും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. വളരെ ചെറുപ്രായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. വളരെ ചെറുപ്രായം. He was the youngest of Jesse's 8 sons. ജെസ്സയുടെ 8 മക്കളിലെ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു ദാവീദ്. 1 സാമുവേൽ 16:12. ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു ദാവീദ്. He was fair looking. കാണാൻ ചന്തമുണ്ടായിരുന്നു, അഴകുള്ളവനായിരുന്നു അവൻ. ആ അഴക് എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ അഴക് മാത്രമല്ല കേട്ടോ, അഴക് അവന്റെ ആത്മാവിന്റെ അഴകും കൂടിയാണ്. ഹി വാസ് ഫെയർ ലുക്കിംഗ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി. അവന് പാട്ടുകാരനാണ്, അവൻ കിന്നരം വായിക്കുന്നവനാണ്. സങ്കീർത്തന പുസ്തകം മുഴുവൻ എഴുതിയത് അവനാ. അത് മുഴുവൻ സംഗീതം ക്രമപ്പെടുത്തിയത് അവനാ. ദാവീദിന്റെ ചിട്ടകളാണ് സങ്കീർത്തനങ്ങളുടെ പാട്ടുക്രമം. ധീരനായിരുന്നു. ഗോലിയാത്തിന്റെ നേരെ ദാവീദ് വന്നപ്പോ ഗോലിയാത്ത് ചിരിച്ച് മണ്ണ് കപ്പി. കാരണം ഈ വിഡ്ഢി, ഈ കുട്ടി, ഈ പൊട്ടൻ, ഈ മണ്ടൻ
എന്താ കളിക്കാൻ പോകുന്നേ? ഞാൻ ഊതിയ പറക്കുന്ന അത്രേ ഉള്ളൂ. പക്ഷേ ദാവീദിന്റെ ധൈര്യത്തിന്റെ മുൻപില് ഇസ്രായേൽ മക്കൾ സ്തംഭിച്ചു നിന്നു. He was good in battling. എല്ലാ സമീപ രാജ്യങ്ങളെയും ദൈവം ആവശ്യപ്പെട്ടതുപോലെ അവർ യുദ്ധം ചെയ്ത് കീഴടക്കിയവനാണ്. ദാവീദിന്റെ മകൻ സോളമനാണ് ഏറ്റവും വിവേകിയായ രാജാവ്. പക്ഷേ സോളമൻ പറയുന്നുണ്ട്, ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എൻ്റെ പിതാവായ ദാവീദിന്റെ വിവേകം നീ എനിക്ക് തരണമേ. ദാവീദ് ന്യായ വിധികളിൽ നടത്തിയ നിർണായകമായിട്ടുള്ള വിവേകം അതെനിക്ക് തരണമെന്നാ സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. He was impressed to God. ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടത്. ദാവീദിനെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, ദാവീദ് ക്രിസ്തുവിന്റെ ഒരു മുൻ പ്രതീകമാണ്. ഇറ്റ്സ് എ പ്രോട്ടോടൈപ്പ്. ക്രിസ്തു വരുന്നതിന് മുൻപ് ക്രിസ്തുവിന്റെ ദൗത്യങ്ങള് ദൈവം ആവിഷ്കരിച്ച ഒരു കഥാപാത്രമാണ് ദാവീദ്. അതിന് കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ഇതാണ്: ദാവീദ് ജനിച്ചത് ബെത്ലഹേമിലാണ്. ദാവീദിന്റെ ജന്മഗേഹം ബെത്ലഹേമാണ്. ദാവീദ് ഇടയനായിരുന്നു. ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ കർത്താവ് ദാവീദ് ഇടയ ചെറുക്കനായിരുന്നു. യോഹന്നാൻ സ്നാനം ചെയ്തപ്പോൾ, ജ്ഞാനസ്നാനപ്പെടുത്തിയപ്പോൾ ആത്മാവ് അഭിഷേചിച്ചതുപോലെ സാമുവേൽ അഭിഷേചിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് തൈലത്തിൽ ഇറങ്ങി വന്ന ഒരു രാജാവാണ് ദാവീദ്. ദാവീദ് രാജാവായിട്ട് വാഴിക്കുന്നത് 27-ാമത്തെ വയസ്സിലാ, പ്രായപൂർത്തിയുടെ നിറവില്, വാർദ്ധക്യത്തിലല്ല. മരിക്കുന്നതിന് മുമ്പ് കുഴിയിലേക്ക് കാല് നീട്ടിയപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവല്ല. ചെറുപ്പത്തിന്റെ നിർണായക മുഹൂർത്തത്തിൽ 27-ാമത്തെ വയസ്സിലെ 2 സാമുവേല് 2-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടത് വളരെ ചെറുപ്രായത്തിലാ. അവൻ രാജാവായി ചക്രവർത്തിയായിട്ട് വാഴിക്കപ്പെട്ട് പൂർണ്ണ അധികാരങ്ങളോടുകൂടെ സിംഹാസനത്തിൽ സാവൂളിന് ശേഷം വരുന്നത് 30-ാമത്തെ വയസ്സിലാ. 40 കൊല്ലക്കാലം ഇസ്രായേലിന്റെ രാജാവായിരുന്നു. 40 കൊല്ലക്കാലം. ഈ 40ന്റെ സംഖ്യയുടെ വലുപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 40ഉം ദൈവവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. 40 കൊല്ലക്കാലം ഇസ്രായേലിന്റെ ചക്രവർത്തിയായിരുന്നു ദാവീദ്. ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാൻ കല്ല് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരൊറ്റ കല്ല് കൊണ്ട് വീക്കി അവസാനിച്ചു ഗോലിയാത്തിനെ കൊല്ലാൻ. ദാവീദിനെ കുറിച്ച് നടപടിയുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം പറയുന്നു, ദാവീദ് പുതിയ നിയമത്തിലെ രക്ഷകന്റെ പ്രതീകമാണ്. ഗോലിയാത്തിനെ കൊന്ന് ഇസ്രായേലിനെ രക്ഷിച്ച ദാവീദ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ രക്ഷിച്ച ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ദാവീദ് കീഴടക്കാത്ത രാജ്യങ്ങളില്ല. എല്ലാ രാജ്യങ്ങളെയും ദാവീദ് കീഴടക്കി. ദാവീദാണ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട പേടകം, ഉടമ്പടിയുടെ പേടകം, വാഗ്ദാന പേടകം തിരിച്ചു പിടിച്ചത്. ദാവീദാണ് താൽക്കാലിക കൂടാരം പണിത് അതിലകത്ത് വാഗ്ദത്ത പേടകത്തെ സ്ഥാപിച്ചത്. ദാവീദ് ചെയ്ത കാര്യങ്ങള് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ കാര്യങ്ങളാണ്. ദാവീദിനെ പോലൊരു രാജാവിനെ ഞങ്ങൾക്ക് തരേണമേ എന്ന് ഇസ്രായേൽ മക്കള് അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു. ദാവീദിനെ പോലൊരു രാജാവിനെ ഞങ്ങൾക്ക് തരേണമേ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പാപമെന്ന് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ എനിക്ക് ചെയ്ത കാര്യങ്ങള് മറക്കുന്ന നിമിഷമാണ്. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലെ എനിക്ക് ചെയ്ത നന്മകള് ഞാൻ മറക്കുന്ന നിമിഷമാണ്
പാപം ഉത്ഭവിക്കുന്നത്. മറവിയാണ് പാപം. എൻ്റെ പിന്നാമ്പുറം മറക്കുന്ന ദാവീദ്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. പാപമെന്ന വലിയ വാക്കിൻ്റെ രണ്ടർത്ഥങ്ങൾ: ഒന്ന് മറവി, രണ്ട് മറവ്. ഒളിച്ചിരിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുക, ദൈവം കാണാതിരിക്കാൻ പാത്തിരിക്കുക. മറഞ്ഞിരിക്കുന്നത് പാപമാണ്, മറന്നു പോകുന്നത് പാപമാണ്. ഞാൻ ദാവീദിനെ കുറിച്ച് ദൈവം മനസ്സിൽ കരുതിയ സ്വപ്നങ്ങള്, ദാവീദിന് വേണ്ടി ദൈവം ഒരുക്കിയ രാജവീതികളെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദാവീദിന്റെ ജീവിതത്തിൽ പാപം ആരംഭിക്കുന്നത് രണ്ട് തിന്മകളിൽ നിന്നാണ്. ഒന്ന് മറന്നുപോയി, രണ്ട് മറഞ്ഞിരുന്നു. മറന്നുപോയതും മറഞ്ഞിരുന്നതുമാണ് പാപം. മക്കളെ, എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നത്, എൻ്റെ തമ്പുരാൻ എനിക്ക് ചെയ്തത്, എൻ്റെ തമ്പുരാൻ എന്നെ വഴി നടത്തിയത്, തമ്പുരാൻ എന്നെ വളർത്തിയത്, ഞാനത് മറന്നു പോകുന്ന നിമിഷമുണ്ടല്ലോ, അവിടെ പാപമുണ്ട്, അവിടെ പാപമുണ്ട്. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയ ഇടപെടലുകൾ, എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചിരിക്കാൻ. അതുകൊണ്ടാണല്ലോ ആദ്യ പാപം ചെയ്ത ഹൗവ ആദാമിനെ നിർബന്ധിച്ചു. അവൻ്റെ കാലൊച്ച അപകടമാണ്, അവൻ ആ തോട്ടത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, നമുക്ക് ഒളിച്ചിരിക്കാം. അവിടെ നഗ്നത മറച്ചു, അവിടെ നഗ്നത മറച്ചു. യഹോവയായ ദൈവം വിളിച്ചവരെ, ആദാം ആദാം എവിടെയാ? അവര് പറഞ്ഞു, നിന്റെ സ്വരം കേട്ടപ്പോ പേടി തോന്നി, നിന്റെ സ്വരം ഇടിമുഴക്കം പോലെ ഞങ്ങളുടെ ഹൃദയത്തില് പേടി ഉണ്ടായി, ഞങ്ങൾ ഒളിച്ചിരി നിന്റെ മുൻപിൽ വരാൻ. ദൈവത്തിൻ്റെ മുൻപിൽ വരാതെ മറഞ്ഞിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ പിശാച് നടത്തുന്ന പോരാട്ടമാണ് പാപം. എൻ്റെ പാപങ്ങൾ ഒളിച്ചു വെക്കുമ്പോൾ, എൻ്റെ പാപങ്ങൾ മറച്ചു വെക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മറന്നു പോകുമ്പോൾ അവിടെയാണ് പാപം ഉണ്ടാകുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ പാപം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പാപം എന്ന വാക്കിന് വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ നൽകുന്ന നിർവചനം എന്താണെന്ന് അറിയാമോ? എവരിതിങ് വിത്തൗട്ട് ഗോഡ് ഇസ് സിൻ. എവരിതിങ് വിത്തൗട്ട് ഗോഡ് ഇസ് സിൻ. നിന്റെ ജീവിതത്തിൽ ദൈവം മരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് നീ പാപിയാണ്. എൻ്റെ ആഗ്രഹങ്ങളിലെ ദൈവം മരിക്കുമ്പോൾ, എൻ്റെ വികാരങ്ങളിലെ ദൈവം മരിക്കുമ്പോൾ, എൻ്റെ സ്വപ്നങ്ങളിലെ ദൈവം മരിക്കുമ്പോൾ, എൻ്റെ ദൈവം മരിക്കാൻ ഞാൻ മനസ്സിൽ എന്നാണ് സ്വപ്നം കാണുന്നത്, അന്നാണ് പാപം ആരംഭിക്കുന്നത്. ദാവീദിന്റെ വീഴ്ചകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ദാവീദ് എങ്ങനെയാണ് വീണത്? 2 സാമുവേല് 11-ാമത്തെ അധ്യായം 1 തുടങ്ങി 5 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ ദാവീദിന്റെ പാപത്തിന്റെ വഴികൾ നമുക്ക് കൃത്യമായിട്ടറിയാം. ദാവീദിന്റെ പാപത്തിന്റെ വഴികൾ ആരംഭിക്കുന്നത്, ദാവീദ് സമ്മർ സീസണിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയമാണ്. നമുക്കറിയാം, വേനൽക്കാലത്താണ് യുദ്ധങ്ങള്, അയൽ രാജ്യങ്ങളെ കീഴടക്കുന്നത്, ജീവിതത്തിലെ യുദ്ധങ്ങള്. നിങ്ങള് സാമുവേലിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചാൽ കാണാം, രാജാക്കന്മാര് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് സൈന്യത്തെയും സൈന്യാധിപന്മാരെയും സർവസന്നാഹങ്ങളെയും യുദ്ധരംഗത്തേക്ക് വിട്ടിട്ട് ദാവീദ് വീട്ടിൽ വിശ്രമിച്ചു. ദാവീദ് വീട്ടിൽ വിശ്രമിച്ചു. യുദ്ധത്തിന് ദാവീദ് പോയില്ല. മക്കളെ, നോമ്പുകാലം ഒരു യുദ്ധമാണ്. നോമ്പുകാലം ഒരു യുദ്ധമാണ്. ഞായറാഴ്ച കടവ് ഒരു യുദ്ധമാണ്. മാതാപിതാക്കളോടുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങൾ യുദ്ധമാണ്. എൻ്റെ സഹോദരങ്ങളോടുള്ള എൻ്റെ അടുപ്പം യുദ്ധമാണ്. ഞാൻ ശത്രുക്കളെ കീഴടക്കാൻ
സന്നാഹമൊരുക്കേണ്ട സമയത്ത് ഞാൻ കള്ളു കുടിച്ചും തിന്നു കുടിച്ചും പുകവലിച്ചും ജീവിതം ആഘോഷമാക്കുമ്പോൾ പാപം ആരംഭിക്കുന്നു. അവിടെയാണ് പാപം. അതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, പാപം അലസതയിൽ നിന്നാണ്. നിന്റെ കഴിവുകള്, നിനക്ക് തന്ന താലന്തുകള്, നിനക്ക് തന്ന സാമർത്ഥ്യങ്ങള്, നിനക്ക് തന്ന ആരോഗ്യം, നിനക്ക് തന്ന സൗന്ദര്യം, നിനക്ക് തന്ന താലന്തുകള്, അത് തുണിയിൽ കെട്ടി മണ്ണിൽ പൂഴ്ത്തി വെക്കുമ്പോ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, പ്രായശ്ചിത്തം നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തോടുള്ള അടുപ്പം നഷ്ടപ്പെടുമ്പോൾ, കുർബാന നഷ്ടപ്പെടുമ്പോൾ, കുംഭസാരം നഷ്ടപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മാർപ്പാപ്പി അടുത്ത കാലത്ത് പറഞ്ഞു, ഓൺലൈൻ കുർബാന ഇസ് നോട്ട് എ പെർമനന്റ് അറേഞ്ച്മെന്റ്. ഇന്ന് വീട്ടിലിരുന്ന കാലും കയറ്റി ഇരുന്ന് മാതൃഭൂമി പത്രം വായിച്ച് കുർബാന കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധം ചെയ്യാതെ വീട്ടിൽ അലസനായിട്ട് കഴിഞ്ഞ ദാവീദിന്റെ ചിത്രം. അവിടെയാണ് പാപം ആരംഭിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തങ്ങള്, 10 കൽപ്പനകള്, സഭയുടെ 5 കൽപ്പനകള്, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാ. എൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തം, എൻ്റെ പൗരോഹിത്യത്തോടുള്ള ഉത്തരവാദിത്തം, എൻ്റെ സന്യാസ സമർപ്പണത്തിലുള്ള ഉത്തരവാദിത്തം, അവിടെയൊക്കെ ഞാൻ മറന്നു പോകുമ്പോൾ, എൻ്റെ ജപമാല മറന്നു പോകുന്നു, എൻ്റെ കാനോൻ നമസ്കാരം മറന്നു പോകുന്നു, എൻ്റെ കുർബാന പുസ്തകം, കണക്ക് പുസ്തകം കാണാതെ പോകുന്നു. എവിടെയൊക്കെ പാപം ആരംഭിക്കുക. തിന്ന് കുടിച്ച് ഉഴപ്പി ജീവിതത്തിൽ വട്ടം കറങ്ങുന്ന ജീവിതങ്ങൾ. യുദ്ധം ചെയ്യേണ്ട ദാവീദ് എല്ലാവരെയും യുദ്ധക്കളത്തിലേക്ക് അയച്ചിട്ട് വിശ്രമിച്ചു, തിന്ന് കുടിച്ച് ജീവിതം ആഘോഷിച്ചു. നോക്കൂ മക്കളെ, ദാവീദിന്റെ പാപം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദാവീദ് തിന്ന് കുടിച്ചിട്ട് വയറ് മുട്ടിയപ്പോൾ ഒരു സ്വല്പം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പ് ആവിലുലാത്തി. നിങ്ങൾക്കറിയാമോ, ദാവീദിന്റെ കൊട്ടാരം പണിതിരിക്കുന്നത്, മട്ടുപ്പാവ് പണിതിരിക്കുന്നത് ഒറ്റ കാര്യത്തിനാണ്. ദാവീദ് ആ കൊട്ടാരം ഡിസൈൻ ചെയ്തപ്പോൾ ആ കൊട്ടാരത്തിലെ മട്ടുപ്പാവ് പണിതത്, മട്ടുപ്പാവിൽ നിന്നും നോക്കിയാൽ, കണ്ണുകൾ ഉയർത്തിയാൽ താൽക്കാലിക കൂടാരവും വാഗ്ദത്ത പേടവും കാണാം. ദൈവത്തെ കാണാൻ പടുത്തുയർത്തിയ മട്ടുപ്പാവ്. മുകളിലോട്ട് നോക്കിയാൽ ദൈവത്തെ കൺകുളിർക്കെ കാണാൻ പറ്റുന്ന മട്ടുപ്പാവ്. പക്ഷേ ദാവീദ് നോക്കിയത് താഴോട്ടാ നോക്കിയത്. പാപം ആരംഭിക്കുന്നത് താഴോട്ട് നോക്കുമ്പോഴാണ്. ദൈവത്തിലേക്ക് നോക്കേണ്ടതിന് പകരം, ദൈവത്തോട് കരം ചേർക്കേണ്ടതിന് പകരം താഴോട്ട് നോക്കുക. ദാവീദ് കണ്ടത് ദൈവത്തെ അല്ല, വാഗ്ദത്ത പേടകമല്ല. ദാവീദ് കണ്ടത് ബത്ശീബയുടെ നഗ്നതയാണ്. ദാവീദ് കണ്ടത്. എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ടെലിവിഷനിൽ നിങ്ങൾ കാണുന്ന ചിത്രമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ഇടപെടല. ഇതേ ടെലിവിഷനിലെ, ഇതേ വാട്സപ്പിലെ, ഇതേ മാധ്യമങ്ങളിലെ, ഇതേ സൂമുകളിലെ നിങ്ങൾ കാണുന്ന ലൈംഗികതകളുണ്ട്. അതുമായിട്ട് താഴെ കിടന്ന് പന്നിക്കൂട്ടിലെ മൂത്രത്തിലും അതിലെ മാലിന്യത്തിലും കുഴഞ്ഞു മറിയുന്ന യുവാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രായമുള്ളവരുണ്ട്, മാതാപിതാക്കൾ അതിലുണ്ട്. മുകളിലേക്ക് നോക്കാൻ പടുത്തുയർത്തിയ മട്ടുപ്പാവ്, വാഗ്ദത്ത പേടകത്തെ നോക്കാൻ, കൽപ്പനകളെ ഓർക്കാൻ, മോശയുടെ വടിയോർക്കാൻ, മരുഭൂമിയിൽ വെച്ച് ദൈവം നൽകിയ മന്നായെ കാക്കാൻ സൂക്ഷിച്ച പേടകത്തിന് പകരം കണ്ടതെന്താണെന്നറിയാമോ? ബത്ശീബ നഗ്നയായി കുളിക്കടവിലെ കുളിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ലൈംഗികത ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ലൈംഗികത ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണുകള്, നമ്മുടെ കാതുകള്, നമ്മുടെ അധരങ്ങള്, നമ്മുടെ കരങ്ങള്, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ലൈംഗികതയെ തിരുവോസ്തി പോലെ കാണട്ടെ. ലൈംഗികത തിരുവോസ്തി പോലെ കാണട്ടെ. അത് കൽപ്പനകളാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്,
സൃഷ്ടികർമ്മത്തിന് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള ഇന്ധനമാണിത് ലൈംഗികത. തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. ദാവീദ് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞവനാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദാവീദിനെ പറ്റിയ മണ്ടത്തരം വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ദാവീദ് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ആ കണ്ണുകൾക്ക് കർട്ടൻ ഇട്ടിരുന്നുവെങ്കിൽ അവിടെ പ്രശ്നം തീർന്നേനെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് ദൈവം കൺപോളകൾ വെച്ചിട്ടുണ്ട്. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. കൊള്ളരുതാത്തത് കാണുമ്പോൾ കണ്ണടയ്ക്കാനാണ്. അത് ഈർക്കിൽ വെച്ച് തുറന്ന് വെച്ചിട്ട് പാതിരാത്രികളിലെ ചെറുപ്പക്കാർ കുത്തിയിരിക്കുക അതിൻ്റെ മുമ്പിൽ. പിന്നെ അവരൊക്കെ ദൈവത്തിലേക്ക് അടുക്കുന്നത്, പിന്നെ എങ്ങനെ ഒരു പള്ളിയിൽ കയറുന്നത്, പിന്നെ എങ്ങനെ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നത്, പിന്നെ എങ്ങനെ ഒരു കുർബാന കാണാൻ വരുന്നത്. അവർക്ക് ആഗ്രഹം മുഴുവൻ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ദൈവിക കാര്യങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതിനെ കൈയടിക്കുന്ന ജനങ്ങൾ ധാരാളമുണ്ട്. അവര് താഴോട്ട് നോക്കുന്നവരാ. അവരുടെ തിന്മകള് സത്യം പറഞ്ഞാൽ ന്യായീകരിക്കാൻ അവർക്ക് അവസരമൊരുക്കുന്നതാണ് ഈ മാധ്യമങ്ങൾ. ഈ നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദാവീദ്, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ടൈലറെ പോലെ ദാവീദ് ബത്ശീബയുടെ അളവെടുത്തു. അപകടം പിടിച്ച അളവെടുപ്പ്. എനിക്കർഹിക്കാത്തത് അളക്കുന്നത്, എനിക്കർഹിക്കാത്തത് ആസ്വദിക്കുന്നത്, ഞാൻ പാടില്ലാത്തത് കൺകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ആദരങ്ങൾ കൊണ്ട് ആസ്വദിക്കുന്നത് അപകടമാണ്. തീ കൊണ്ട് തലചൊറിയുന്നത് പോലെയാണ്. ദാവീദിന് സംഭവിച്ചതാണ്. ദാവീദ് ആസ്വദിച്ചവനാണ്. ദാവീദ് ആളയച്ച് അന്വേഷിച്ചു അവളുടെ പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ. ഈ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പിള്ളേർ കല്യാണാലോചനകൾ കണ്ടെത്തുന്നത്. ഞാൻ ഈ പിള്ളേരെ കളിയാക്കി പറയല്ലോ കേട്ടോ മക്കൾ, നിങ്ങളോടൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മാതാപിതാക്കൾ തക്ക സമയത്ത് കണ്ടുപിടിക്കാൻ വൈകിപ്പോകുന്ന പേടിച്ചിട്ടായിരിക്കാം. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ കണ്ടുകിട്ടി, ഫ്രണ്ട്സിലെ കണ്ടുകിട്ടി. പിന്നെ അറിയുമ്പോഴാണ് കോമാളിയാണെന്നുള്ളത്, പിന്നെ അറിയുമ്പോഴാണ് ആണും പെണ്ണും അല്ലാത്തതാണെന്ന്, പിന്നെ അറിയുമ്പോഴാണ് കാണിച്ച പടമല്ല ആള് വന്നപ്പോ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ദാവീദ് അന്വേഷണങ്ങൾ നടത്തി. അവൾ ആരാണ്, അവൾ ആരാണ്, അവൾ എന്താണ്, എന്തിനാണ്? ദാവീദിന് കിട്ടിയ ഇൻഫർമേഷൻസ്, ദാവീദിന് വലിയ CID വകുപ്പല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തോ ഒരു CID വകുപ്പാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഈ ഫോൺ നമ്പറൊക്കെ എങ്ങനെ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചിലപ്പോഴും ഈ അച്ഛന്മാരുടെ ധ്യാനത്തിൽ അച്ഛന്മാരോട് ഉപദേശിക്കാറുണ്ട്, എൻ്റെ പൊന്നുമക്കൾ അപകടകരങ്ങളായിട്ടുള്ള ആ നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ മക്കളെ. അനാവശ്യമായിട്ടുള്ള നമ്പറുകൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, ഒക്കെ ഡിലീറ്റ് ചെയ്തേക്കണം. അതൊക്കെ അപകടത്തിലേക്കുള്ള വഴിമരുന്നാണ്. ദാവീദ് ബത്ശീബയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കേട്ടു അവള് ഊറിയയുടെ ഭാര്യയാണ്. ഊറിയ യുദ്ധക്കളത്തിലാ. ഉടനെ തന്നെ രാജാവിലെ ഒരു രാജബോധം ഉണർന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ബത്ശീബയ്ക്ക് കാവലിരിക്കാൻ ആളയച്ച് അവളെ വിളിച്ചു വരുത്തി. അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങള്, കള്ളലാക്കുള്ള സൗഹൃദങ്ങള് അപകടമാണ്. ഈ നോമ്പുകാലത്ത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ദാവീദ് അനാവശ്യ സൗഹൃദങ്ങൾ വിളിച്ചു വരുത്തി. സത്യം പറഞ്ഞാല് അധ്യായം വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അന്ന് രാത്രി ദാവീദ് അവളുമായിട്ട് കിടപ്പറ പങ്കിട്ടു. പ്രഭാതത്തിൽ ആളുകൾ ഉണരുന്നത് മുമ്പ് ദാവീദ് അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ അവൾക്ക് അത് ഋതുസ്ഥാനത്തിന്റെ സമയമായിരുന്നു. അവളുടെ ഋതുസ്ഥാനം നിലച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അപകടമാണെന്ന്. അവൾ ആളയച്ച് അറിയിച്ചു ദാവീദിനെ, അപകടമാണ്, ഞാൻ പ്രഗ്നന്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയോ ആയപ്പോഴ് ദാവീദിൽ വെളിവുണ്ടെങ്കിൽ തെറ്റിപ്പോയെന്ന് പറയണം. ദാവീദ് മിടുക്കനായി, രാജാവ് നീതിമാൻ, രാജാവ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ.
ഞാനൊരു കാര്യം പറയൂ, മുഖമൂടിയിട്ട് ജീവിക്കുന്നതാണ് പാപം. മുഖമൂടിയിട്ട് ജീവിക്കുന്നതാണ് പാപം. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ കാണിക്കുന്ന മുഖവും നിങ്ങളുടെ ഹൃദയവും തമ്മില് നിങ്ങൾ കാണിക്കുന്ന പൊരുത്തക്കേടുണ്ടല്ലോ, അതാണ് പാപം. ദാവീദ് മുഖമൂടി ഇട്ടു. ദാവീദ് തന്ത്രങ്ങൾ മെനഞ്ഞു. യുദ്ധക്കളത്തിലെ അതിർത്തികളിലെ സൈന്യാധിപന്മാർക്ക് നേതൃത്വം കൊടുക്കേണ്ട ദാവീദ് ചെകുത്താന്റെ സൈന്യത്തിലെ സൈന്യാധിപനായി. പാപം ചെയ്യുന്നവനെല്ലാം തന്നെ നരകത്തിന്റെ സൈന്യാധിപന്മാരാണ്, തിന്മയുടെ സൈന്യാധിപന്മാരാണ്. അവരെല്ലാം തന്നെ യുദ്ധം ചെയ്യുന്നത് നരകത്തിന് വേണ്ടിയിട്ടാണ്. ദാവീദ് ഊറിയായെ വിളിച്ചു വരുത്തി. നോക്കും പ്രിയമുള്ളവരെ, ആ ചെറുക്കൻ വന്ന് ദാവീദിനെ കണ്ടു. ദാവീദ് പറഞ്ഞു, അവനോട് സിമ്പതിയെ പറഞ്ഞത്, നീ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചിട്ട്, എടാ നീ യുദ്ധത്തിന് പോകുമ്പോൾ എന്നോട് ഒന്ന് പറയേണ്ട, ഒരു എക്സെപ്ഷൻ തന്നില്ല ഞാൻ, നീ അവളുടെ കൂടെ പോകണ്ട. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നീയെ ഇല്ലാതെ അവൾ ഇങ്ങനെ ജീവിക്കുന്നേ. നീ അവളുടെ കൂടെ കള്ള് കൊടുത്ത് കുടിപ്പിച്ച് മത്തനാക്കി അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ദാവീദിന്റെ കള്ളക്കണക്ക്, എല്ലാ കള്ളക്കണക്കുകളും ദൈവത്തിന്റെ മുമ്പിൽ പാപമാണ് മക്കളെ. ദൈവത്തിന്റെ മുമ്പിൽ പാപമാണ് മക്കളെ. ഞാൻ ഈ നമ്മുടെ നാട്ടിലെ ധാരാളം പാപങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട്, നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ അസാന്നിധ്യത്തെ മുതലാക്കുന്നതാണ്. ഭർത്താവില്ലാത്ത സാന്നിധ്യം, ഭാര്യയില്ലാത്ത സാന്നിധ്യം, അസാന്നിധ്യങ്ങളെ മുതലാക്കുന്നു. പ്രഭാതത്തിൽ ദാവീദ് വിചാരിച്ച് അവൻ അവളുടെ കൂടെ കിടന്നിട്ടുണ്ടാകും. അപ്പൊ ഈ ഉത്തിരിപ്പുകൾ അവന്റെ പേരിൽ അങ്ങ് എഴുതി അവസാനിപ്പിക്കാം, എൻ്റെ ലെഡ്ജറിൽ നിന്ന് അവന്റെ ലെഡ്ജറിലേക്ക് ഇത് എഴുതാമെന്ന ദാവീദ് കരുതിയത്. എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രഭാതത്തില് അവൻ കുതിരലായത്തിൽ കിടന്നുറങ്ങി. അവനെ ദാവീദ് വിളിച്ച് ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാ നീ വീട്ടിൽ പോകാത്തത്? അവൻ കൊടുത്ത മറുപടി, തറവാടിത്തുള്ളൊരു മറുപടി അവൻ കൊടുത്തു. എൻ്റെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ നമ്മുടെ പട്ടാളക്കാരെ അതിർത്തികളിൽ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല, അത് ദൈവം ആഗ്രഹിക്കാത്തതാ. നോക്ക് പ്രിയമുള്ളവരെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങോട്ട് പറയട്ടെ. നിങ്ങള് അസമയത്ത് ആവശ്യമില്ലാടത്തെടുത്തെടുത്ത് കയറി ചെല്ലുക. നിങ്ങൾക്ക് ഏൽപ്പിച്ച യുദ്ധം ഉണ്ടല്ലോ, അത് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഉദ്യോഗം ഉത്തരവാദിത്വമാണ് വിശുദ്ധി. ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ് 50 നൊയമ്പെന്നൊക്കെ പറയുന്നത്. ഈ 50 ദിവസം ഇറച്ചി മേടിക്കാതെയും മീൻ മേടിക്കാതെയും പുകവലിക്കാതെയും മദ്യം കഴിക്കാതെയും ജീവിക്കുന്നതല്ല. എൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ അതിർത്തിയിലേക്ക് കാവൽ നിൽക്കുന്നതാണ്. അവൻ പറഞ്ഞു, ഞാൻ പോകില്ല. ദാവീദ്, പ്രിയമുള്ളവരെ, ദാവീദ് വലിയവൻ തലകുത്തി വീണു. കർത്താവിനോട് പിശാചു പറഞ്ഞു, ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നീ എടുത്ത് ചാടുക. അവൻ എടുത്ത് ചാടി. എന്താ ചെയ്തെന്നറിയാമോ? ദാവീദ് കത്ത് കൊടുത്തിട്ട് ഊറിയായ്ക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. കത്തിന്റെ അകത്ത് സൈന്യാധിപന് എഴുതി അയച്ചു, ഊറിയായി യുദ്ധക്കളത്തിൽ മുൻപിൽ നിർത്തണം. യുദ്ധത്തിന്റെ നടുവിൽ വെച്ച് ഊറിയ കൊല്ലപ്പെട്ട വാർത്ത നീ എന്നെ അറിയിക്കണം. കണ്ണുകളെ നിയന്ത്രിക്കാത്തവൻ ദുർവികാരങ്ങളെ വിലയ്ക്ക് വാങ്ങി. ദുർവികാരങ്ങളെ ഹൃദയത്തിലെ അടയിട്ട് സൂക്ഷിച്ചവൻ വ്യഭിചാരത്തിൽ ചെന്ന് ചാടി. വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ നിയമാനുസൃതമാക്കാനായിട്ട് ഭർത്താവിനെ കൊല ചെയ്തു. അവനെതിരെ കള്ള പോംവഴികൾ ഉണ്ടാക്കി, നീതിക്ക് നിരക്കാത്ത വിധത്തില്. ഊറിയ കൊല ചെയ്യപ്പെട്ടെന്ന വാർത്ത കേട്ടപ്പോ ദാവീദ് പൊട്ടിക്കരഞ്ഞ്, ഈ കള്ളക്കരച്ചില്, ദൈവമേ, ഈ കള്ളക്കരച്ചില്. എനിക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ നമ്മളെ ആളുകൾ കരയുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവേ, ഈ ദുഃഖ വെള്ളിയാഴ്ചയോടുകൂടെ സഭ നന്നായി. ഞാനടക്കം കരഞ്ഞിട്ടുണ്ട്. ഈ കരച്ചില്
സത്യത്തിൽ സാധുവാണോ അസാധുവാണോ? അവന്റെ ഭാര്യയെ ബത്ശേബയെ ചക്രവർത്തി പട്ടമഹർഷിയാക്കി. ദാവീദിനെ കുറിച്ച് ജനം എന്താ പറഞ്ഞെന്നറിയാമോ? ഇത്ര നീതിമാനായ ഒരു രാജാവ്, ഇത്ര ആർദ്രഹൃദയനായ ഒരു രാജാവ്, ഇത്രയ്ക്ക് അലിവുള്ള ഒരു രാജാവ് ഊറിയ മരിച്ചെന്ന് കേട്ടപ്പോ കരഞ്ഞു. അവന്റെ ഭാര്യയെ സ്വന്തം കൊട്ടാരത്തിലെ ഉപനാരിയായിട്ട് സ്വീകരിച്ചു. ഔദാര്യം ചെയ്ത രാജാവ് നീളാൾ വാഴട്ടെ. പക്ഷേ കർത്താവിന്റെ പ്രവാചകൻ നാത്താൻ സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്തെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നാത്താന്റെ നിലവിളിയാണ്, നാത്താന്റെ ഉണർത്തുമണിയാണ്, നാത്താന്റെ ഘോരമായ പ്രവാചക ശബ്ദമാണ്. അതാണ് നോമ്പുകാലം. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്, ദൈവത്തിന്റെ പ്രവാചക ശബ്ദം. നാഥാൻ വന്ന് ദാവീദിനോടൊരു കഥ പറഞ്ഞു. ആ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കഥയൊക്കെ നിങ്ങൾക്ക് പുല്ലുപോലെ പാട്ടുപോലെ അറിയാവുന്ന കഥയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദാവീദ് ആ കഥയ്ക്ക് മറുപടി പറഞ്ഞു. ഇത് നടന്നത് എൻ്റെ രാജ്യത്താണെങ്കിൽ അവൻ ആരാണെന്ന് പറഞ്ഞാലേ ദാവീദ് നീതി നടത്തും. ഞാൻ അവനെ നീതി പഠിപ്പിക്കും. നാത്താൻ ദാവീദിനെ നോക്കിയിട്ട് പറഞ്ഞു, അത് നീയാണ്. നോമ്പുകാലം പ്രിയമുള്ളവരെ, നാത്താൻ പ്രവാചകന്റെ ഉണർത്തുപാട്ടാണ് നോമ്പുകാലം. അത് നീയാണ്. നീ ഒളിവിലും മറവിലിരിക്കരുത്. നീ കള്ളനാണ്. നീ മുഖംമൂടി മാറ്റുക, സത്യസന്ധനാകുക എന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ദാവീദിന്റെ മാനസാന്തരത്തിന്റെ കഥ ആരംഭിക്കുന്ന കണ്ണുനീരിൽ നിന്നാണ്. ദാവീദിന്റെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ദാവീദിന് മനസ്സിലായി നിലനിൽക്കില്ലെന്ന്. നാത്താന്റെ ഇടിമുഴക്കുമ്പോഴുള്ള ശബ്ദം, അത് നീയാണ്. എന്നിട്ട് ദാവീദിനോട് പറഞ്ഞ ഒരു വാക്ക്, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞു. നിന്നെ അഭിഷേകിച്ച ദൈവം നിന്നെ വിട്ടുപോയിരിക്കുന്നു. ദൈവം വിട്ടുപോകുന്നതാണ് പാപം. ദൈവം വ്യക്തിയിൽ നിന്ന്, ദൈവം ദാമ്പത്യത്തിൽ നിന്ന്, ദൈവം കുടുംബത്തിൽ നിന്ന്, ദൈവം പൗരോഹിത്യത്തിൽ നിന്ന്, ദൈവം സമർപ്പണ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ് പാപം. ദാവീദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ തെറ്റിപ്പോയി. 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് പാടിയത് പുസ്തകത്തെ നോക്കിയിട്ടല്ല, ഹൃദയം തകർന്നിട്ടാണ്. 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് പാടിയത് വാക്കുകള് കടലാസിൽ കുറിച്ചിട്ടല്ല. 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് പാടിയത് കണ്ണുനീരിലാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ വ്യാഖ്യാതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് 51-ാമത്തെ സങ്കീർത്തനം എഴുതിയത് കണ്ണുനീരിലാണ്. കണ്ണുനീരിൽ ദാവീദ് ഹൃദയത്തിൽ കോറിയ വാക്കുകള് ആദരത്തിൽ തത്തിക്കളിച്ചതാണ് 51-ാമത്തെ സങ്കീർത്തനം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ വായിച്ചു കളയണമേ. ഞാൻ പാപിയാണ്, ഞാൻ ദുർബലനാണ്. ദൈവമേ, നീ എന്റെ പാപങ്ങൾ ഓർത്തിരുന്നാൽ എനിക്ക് രക്ഷയില്ല. ഞാൻ നിന്നെ മറന്നു. നീ എന്നെ കഴുകിയാലേ ഹെർമോണിലെ മഞ്ഞിനേക്കാൾ എനിക്ക് വെണ്മയുണ്ടാകും. എന്നെ നഷ്ടപ്പെട്ട ശോഭ എനിക്ക് തിരിച്ചു തരണമേ. സ്നേഹമുള്ളവരെ, നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ കണ്ണുനീര് ദൈവത്തെ പ്രസാദിപ്പിച്ചിരിക്കുന്നു.
നിന്റെ കണ്ണുനീര് ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നു. സ്നേഹമുള്ളവർ, നമ്മൾ ഈ നോമ്പുകാലം ആരംഭിച്ചപ്പോൾ നെറ്റിയിൽ ചാരം പൂശുന്ന ദിവസം ഗായക സംഘം പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയുള്ളതുണ്ടോ? എനിക്കറിയാൻ പാടില്ല. കണ്ണീരാര് തരും, കണ്ണീരാര് തരും, പശ്ചാത്താപത്തിൻ കണ്ണീരാര് തരും, പാപം കഴുകിടുവാൻ എൻ്റെ കണ്ണുനീര് എൻ്റെ പാപം കഴുകുന്നു, എൻ്റെ കണ്ണുനീര് എൻ്റെ പാപം കഴുകുന്നു. അപ്പസ്തോലനായ പത്രോസ് യോഹന്നാന്റെ സുവിശേഷത്തിലെ കാലുകഴുകൽ വേളയിലെ അതിസാമർത്ഥ്യം കാണിച്ചു. പത്രോസിന്റെ അടുക്ക കർത്താവ് കാല് കഴുകാൻ വന്നപ്പോ പത്രോസ് അതിബുദ്ധി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ പലർക്കും കാല് കഴുകാൻ കർത്താവേ നീ വന്നത് ശരിയാണ്. അന്ത്രയോസ്, തോമ, ശമയോൻ ഒക്കെ കാല് കഴുകേണ്ട ടൈപ്പാ. എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കാല് നീ കഴുകാൻ പാടില്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. എൻ്റെ പാപം കഴുകുന്നതാണ് ക്രൂസിഫിക്കേഷൻ. എൻ്റെ പാപം കഴുകുന്നതാണ് ക്രൂസിഫിക്കേഷൻ. അപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ട തൈലം തിരിച്ചു കിട്ടുന്നത്, എൻ്റെ നഷ്ടപ്പെട്ട നാണയങ്ങൾ തിരിച്ചു കിട്ടുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവീക വികാരങ്ങൾ, എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുന്നത്, എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ കരയുന്നത്, എൻ്റെ പാപങ്ങള് ഞാൻ മറച്ചു വെക്കുന്നത്, നമുക്കോർക്കാം. എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തമ്പുരാന്റെ മുൻപിലെ കരം നീട്ടുമ്പോൾ കർത്താവിൻ്റെ കുരിശ് എൻ്റെ ഹൃദയത്തിലെ ഉത്ഥാനമാകുന്നു. നഷ്ടപ്പെട്ട കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ എനിക്ക് തിരിച്ചു കിട്ടുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഗായക സംഘത്തോടൊപ്പം. കർത്താവേ, ഞങ്ങളെ തൊടണേ, ഞങ്ങളെ കഴുകണേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കണേ. ദാവീദിനെ കഴുകിയതുപോലെ 51-ാമത്തെ സങ്കീർത്തനം പാടിയ ദാവീദിനെ നീ തൊട്ടപ്പോഴും ഹെർമോണിലെ മഞ്ഞുപോലെ വെളുത്തതുപോലെ പരിശുദ്ധിയുടെ വെണ്മ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണ കർത്താവേ. നമുക്ക് പാടാം. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, ഹൃദയം തകർന്നു പാടുക. അശുദ്ധരാമാനവർ കിടയിലാണേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാമാനവർ കിടയിലാണേ. എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ. എന്നെ കാണണേ കർത്താവേ, എന്നെ കാണണേ, എന്റെ പാപങ്ങൾ കാണണേ കർത്താവേ, എന്റെ തിന്മകൾ കാണണേ കർത്താവേ. നീ എനിക്ക് ചെയ്ത നന്മകൾ ഞാൻ മറന്നുപോയി. നീ എന്നെ ചെറുപ്പത്തിൽ വിളിച്ചത്, എന്റെ കവണിയിൽ കല്ല് വെച്ചത്, ഞാൻ തൊട്ടതെല്ലാം പൊന്നാക്കിയത് മറന്നുപോയി കർത്താവേ. ജഡമോഹങ്ങൾ കൊണ്ട് എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്, എന്റെ വികാരങ്ങളുടെ വൈകല്യം കൊണ്ട് യേശുവേ നന്ദി കർത്താവേ. നോക്കാതെ പോകരുതേ.
സ്നേഹമുള്ളവരെ, ഈ 50 നോമ്പില് നമുക്ക് വേണ്ട ഒരേ ഒരു വികാരം എന്താണെന്നറിയാമോ? ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ പാപങ്ങൾ വലുതാണ് കർത്താവേ. ഈ കുമ്പസാരിക്കാൻ ഇഷ്ടമില്ലാത്ത കുറെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തമ്പുരാനോട് നേരിട്ട് പറഞ്ഞത് എന്താ കുഴപ്പം? എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കയറിയിരിക്കുന്നേ? അച്ഛൻ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നേ? നിന്റെ ശാരീരിക രോഗങ്ങൾ മാറ്റാൻ നിനക്ക് വൈദ്യര് വേണം, ഡോക്ടർ വേണം, അതിന് യൂറോളജിസ്റ്റ് വേണം, അതിന് കാർഡിയോളജിസ്റ്റ് വേണം, അതിന് ENT വേണം, അതിന് സർജൻ വേണം. പക്ഷേ നിന്റെ ആത്മീയ രോഗങ്ങൾക്ക് ആരും വേണ്ട. എത്രയോ ബാലിശമായിട്ടുള്ളൊരു ആർഗ്യുമെന്റാണ് മക്കളെ, എത്രയോ ബാലിശമായിട്ടുള്ളൊരു ആർഗ്യുമെന്റ്. കുമ്പസാരക്കൂടുണ്ടല്ലോ, അത് ബെത്സൈദ കുളവാണ്. കുമ്പസാരക്കൂടുണ്ടല്ലോ, അത് ബെത്സൈദ കുളവാണ്. കർത്താവിന്റെ ദൂതൻ ഇളക്കി ഇറക്കുമ്പോഴ് ആദ്യം ഇറങ്ങുന്നവൻ ആരോ അവൻ സൗഖ്യം പ്രാപിക്കുമെന്നാ പറഞ്ഞേ, ബെത്സൈദ കുളം. പക്ഷേ തളർവാദ രോഗി പറഞ്ഞു, 38 കൊല്ലമായി ഞാനിവിടെ കിടക്കുന്നു, ആരും ഇറക്കി കിടത്തിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. 38 കൊല്ലക്കാലം. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിലെ ദൈവം കെട്ടിയ ബെത്സൈദ കുളമാണ് കുമ്പസാരക്കൂട്. അത് ഇളക്കുന്ന മാലാക, അതാണ് നിങ്ങളുടെ വൈദികൻ. അവന്റെ പാപമോ അവന്റെ ബലഹീനതയോ അല്ല നിങ്ങളുടെ പാപങ്ങൾ കഴുകുന്നത്. അല്ല മക്കളെ, അല്ല. നിങ്ങളുടെ പാപങ്ങൾ കഴുകുന്നത് കർത്താവിന്റെ തിരിച്ചോരയാണ്. തട്ടിപ്പിതാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധന സ്വത്ത് കൊണ്ട് നിങ്ങളുടെ പാപങ്ങളുടെ കടച്ചീട്ടിനെ വെട്ടിക്കളയല്ല. എൻ്റെ കർത്താവ് കാൽവരിയിൽ ചിന്തിയ രക്തം അവസാനം മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ അവന്റെ ചങ്കിലെ കുത്തിയിറക്കിയ കുന്തമുന, ആ കുന്തമുനയിൽ നിന്ന് പുറത്തു ചാടിയ രക്തവും വെള്ളവും, അത് കണ്ണിൽ വീണ ലൊങ്കീനോസ് കാഴ്ച കിട്ടി. കുമ്പസാരക്കൂട് ബെത്സൈദ കുളവാണ്. അത് ഇളക്കുന്ന മാലാകയാണ് വൈദികൻ. ഞാനും നിങ്ങളും പത്രാസ് പറയരുത്, പത്രാസ് പറയരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആളുകൾ അങ്ങ് വ്യാഖ്യാനിച്ച് എന്തിനാ കുമ്പസാരം? കുമ്പസാരിക്കാൻ ഇരിക്കുന്ന അച്ഛന്മാര് കള്ളന്മാരല്ലേ? എൻ്റെ പൊന്നുമക്കളെ, അച്ഛൻ്റെ ഉടുപ്പിന്റെ ഭംഗി നോക്കിയിട്ടല്ല, അച്ഛൻ്റെ അഭിഷേക തൈലത്തില് ദൈവം നിക്ഷേപിച്ച തൻ്റെ തിരുച്ചോരയുടെയും തൻ്റെ തിരുശരീരത്തിൻ്റെയും ബലം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കടങ്ങളുടെ പൊറുതിക്കായിട്ട് കീറപ്പെട്ട ശരീരം, നിങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കായിട്ട് ചിന്തപ്പെട്ട രക്തം, അച്ഛൻ്റെ ശരീരമല്ല, അച്ഛൻ്റെ രക്തമല്ല, നിങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കായിട്ട് മുറിക്കപ്പെട്ട രക്തം, നിങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കായിട്ട് ചിന്തപ്പെട്ട രക്തം. അത് കുമ്പസാരം കൂടാതെ സ്വീകരിക്കാൻ ഒരു ഉളുപ്പുമില്ല. കുമ്പസാരക്കൂട് പറ്റില്ല. ലൂക്കായുടെ സുവിശേഷത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. 15-ാമത്തെ അധ്യായത്തിലെ 8 തുടങ്ങി 10 വരെ അടിച്ചു വാരിയ വീട് ഒരു സ്ത്രീ. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം. കർത്താവ് പറഞ്ഞ ഉപമകൾ ഏറ്റവും ചെറിയൊരു ഉപമയാണ്. അടിച്ചു വാരുന്ന സ്ത്രീ. ഈ നോമ്പുകാലം അടിച്ചു വാരലിന്റെ കാലഘട്ടമാണ്. അവൾക്ക് 10 നാണയം ഉണ്ടായിരുന്നു, അതിലൊരു നാണയേ പോയിട്ടുള്ളൂ. പക്ഷെ അവൾ അടിച്ചു വാരി വിളക്ക് കത്തിച്ചു. എന്തായി വിളക്ക്? പ്രകാശം, ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിച്ചം. എന്നിട്ട് അവൾ തൂത്തുവാരി. അവൾ അടിച്ചു വാരിയത് റോട്ടിലല്ല, വെല്ലോന്റെ പറമ്പിലല്ല. അവൾ അടിച്ചു വാരിയത് സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീടും ജീവിതവും അടിച്ചു വാരുന്നതാണ് നോമ്പുകാലം. സ്വന്തം ഭവനം, സ്വന്തം ജീവിതങ്ങള് അടിച്ചു വാരുന്ന അവസരമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പൊട്ടിപ്പെണ്ണ് എന്തിനാ ഈ 9 എണ്ണം പിന്നെയും കയ്യിലുള്ളപ്പോൾ 1 എണ്ണം നഷ്ടപ്പെട്ടതിന് ഈ അടിച്ചു വാരേണ്ട വല്ല കാര്യമുണ്ടോ? 9 എണ്ണം ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം,
ബൈബിൾ വ്യാഖ്യാതാക്കൾ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. ദ നഷ്ടപ്പെട്ട കോയൻ, ദ ലോസ്റ്റ് കോയൻ ഇസ് ദ കീ കോയൻ. അതുണ്ടെങ്കിലേ മറ്റത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ATM തുറക്കുന്ന കോഡുണ്ടല്ലോ, അതുപോലെയാ. അതുണ്ടെങ്കിലേ മറ്റതെടുക്കാം. വിശുദ്ധിയുടെ നാണയം നഷ്ടപ്പെട്ടവർക്ക് മറ്റേത് നാണയം ഉണ്ടായാലും ഒരു കാര്യമില്ല. ആരോഗ്യം ഉണ്ടായ കാര്യമില്ല, കാശുണ്ടായ കാര്യമില്ല, സൗന്ദര്യം ഉണ്ടായ കാര്യമില്ല, അറിവുണ്ടായ കാര്യമില്ല. നിനക്ക് വൃത്തിയും വിശുദ്ധിയും ഉണ്ടാകണം. വൃത്തിയില്ലാത്ത ജീവിതങ്ങള്. അതുകൊണ്ട് വിളക്ക് കത്തിക്കണം. ആത്മാവിൻ്റെ വെളിച്ചത്തിലെ എന്നെ തൂത്തുവാരണം. ഈ മലയാറ്റൂർക്ക് കുരിശ് ചുമക്കുന്നതൊന്നല്ല തീർത്ഥാടനം. പോണവരോട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പോക്കോളണം. പിതാവ് പറഞ്ഞിട്ട് ഇനി പോവാതിരിക്കരുത്, പോയേക്കണം. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് കടകടച്ച് കുത്തിയിരുന്ന് തപ്പി വൃത്തിയാക്കുന്നതും കഴുകുന്നതാണ്. അതാണ് തീർത്ഥാടനം. അവിലായിൽ അമ്മ ത്രേസ്യ പറയുന്നു, പിൽഗ്രിമേജ് ഈസ് നോട്ട് ഔട്ട്സൈഡ്, പിൽഗ്രിമേജ് ഈസ് ഇൻസൈഡ്. തീർത്ഥാടനം പുറത്തേക്ക് പോകുന്നതല്ല, കടകടച്ച് അകത്ത് പരിശോധിക്കുന്നതാ. തട്ടിപ്പിതാവ് നിങ്ങളോട് സംസാരിക്കുമ്പോ സത്യം പറഞ്ഞാലും ഞാനെല്ലാം തന്നെ ഹൃദയത്തില് അടിച്ചോട്ട് പറയാം, കർത്താവ് ഞാൻ പാപിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പാപിയാണ് കർത്താവ്. ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, എന്നിൽ പാപമുണ്ട്. അവൾക്ക് നാണയം കിട്ടുവോളം. ഉയർപ്പ് തിരുനാള്, ഉത്ഥാനത്തിന്റെ തിരുനാള് നോമ്പിന്റെ അവസാനമല്ല. നാണയം കണ്ടുകിട്ടുന്നത് വരെ അന്വേഷിക്കുന്നവർക്കാണ് ഉത്ഥാന തിരുനാൾ ആഘോഷിക്കാൻ അവകാശമുള്ളത്. ഉത്ഥാന തിരുനാൾ ആഘോഷിക്കാൻ അവകാശമുള്ളത് നാണയം കണ്ടുകിട്ടുന്നവർക്കാണ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ വിശുദ്ധിയുടെ നാണയം തിരിച്ചു കിട്ടി. കോഴിയും പോർക്കും മീനും ആടൊക്കെ മേടിക്കുന്നത് നാണയം കിട്ടിയ സന്തോഷം കൊണ്ടാ. ഏപ്രിൽ 4-ാം തീയതി കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നങ്ങ് നമ്മളങ്ങ് തീരുമാനിച്ചിട്ട് ദുഃഖവെള്ളിയാഴ്ച തൊട്ട് പർച്ചേസ് തുടങ്ങായി. ഇറച്ചി, മീനെ ആവശ്യങ്ങളെല്ലാം മേടിച്ചു. പിന്നെ ദഹിക്കാനുള്ള മരുന്നും മേടിച്ചു. എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് ആഘോഷിച്ചു. അതല്ല നോമ്പ് വീടലേ. നോമ്പ് വീടലേ എൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട നാണയം കണ്ടെടുക്കുന്നതാണ്. നഷ്ടപ്പെട്ട നാണയം കണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ നഷ്ടപ്പെട്ട വിശുദ്ധി. ദാവീദ് അതുകൊണ്ടാ പറഞ്ഞു, നീ എന്നെ കഴുകിയാല് ഹെർമോണിലെ മഞ്ഞ് പോലെ എനിക്ക് വെണ്മയുണ്ടാകും. കർത്താവ് എന്നെ കഴുകണമേ. പത്രോസ് പറഞ്ഞു, നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിലേ, ഞാൻ തന്നെ കഴുകുന്നില്ലെങ്കിലേ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ 3 പ്രാവശ്യം ഉപേക്ഷിച്ച പത്രോസ് കോഴി കൂകി. കർത്താവ് തിരിഞ്ഞു നോക്കി. പത്രോസ് പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. പത്രോസ് കരഞ്ഞപ്പോ കർത്താവ് പത്രോസിനെ കഴുകി. പത്രോസ് കരഞ്ഞപ്പോ പത്രോസിനെ കർത്താവ് കഴുകി. അതാണ് പിന്നെ തിബേരിയോസ് കടൽ തീരത്ത് കർത്താവ് ചോദിച്ചത്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ചങ്കിയെ കൊള്ളുന്ന പോലെ ചോദ്യമാണെന്ന് മനസ്സിലായിട്ട് പത്രോസ് പറഞ്ഞു, ഞാൻ മറുപടി പറയുന്നില്ല. എന്റെ ഹൃദയം തകർന്നത് നീ കണ്ടതാണല്ലോ. എന്റെ ഹൃദയം തകർന്നത് നീ കണ്ടതാണല്ലോ. അപ്പോഴാ പത്രോസിന് താക്കോല് കൊടുത്തത്. എന്റെ ആടുകളെ മേയിക്കുക, എന്റെ പെണ്ണാടുകളെ മേയിക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ഒരു വൈദികൻ പുണ്യവാളനായതുകൊണ്ടല്ല, ഒരു മെത്രാൻ വിശുദ്ധനായതുകൊണ്ടല്ല, അവൻ പാപിയായതുകൊണ്ടാണ് പാപമോചനത്തിന്റെ അധികാരം അവന്റെ കയ്യിൽ കർത്താവ്. നിന്നെ പോലെ ഒരു പാപിയുടെ കയ്യിൽ ഈ താക്കോല് ഞാൻ തരുന്നത് നീ പാപികളോട് കരുണ കാണിക്കാനാണ്. എൻ്റെ മക്കള് രോഗമായിട്ട് വ്രണമായിട്ട് വരുമ്പോ നീ തടവാൻ, അവിടെ മുറിവുകൾ വെച്ച് കെട്ടാൻ, അവരെ സത്രത്തെ കൊണ്ടുപോകാൻ, അവർക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ കർത്താവ് പഠിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ള കഥയാണ് ധൂർത്തപുത്രന്റെ കഥ. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടത് മുഴുവൻ ധൂർത്തപുത്രന് തിരിച്ചു കൊടുത്തു.
ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്ന വാക്കുകൾ. മാനസാന്തരം എന്ന് പറയുന്നത് നിനക്ക് വരുന്ന മാറ്റമല്ല, നിന്റെ ദൈവം നിന്റെ മാറ്റത്തിലെ നടത്തുന്ന ആനന്ദമാണ് മാനസാന്തരം. നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊടുക്കുന്നു, അവനെ കഴുകി വൃത്തിയാക്കുന്നു, അവന്റെ മോതിരങ്ങൾ കൊടുക്കുന്നു, അവന്റെ പാതുകങ്ങൾ കൊടുക്കുന്നു, അവന്റെ മേലങ്കി കൊടുക്കുന്നു. നീ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ നിനക്ക് തിരിച്ചു തരുന്നത്. കൺവേർഷൻ, യു ആർ കമ്മിങ് ബാക്ക് ആൻഡ് യുവർ ഫാദേഴ്സ് വെൽക്കം. നീ മടങ്ങി വരുന്നു, നിന്റെ അപ്പൻ കരം നീട്ടി നിന്നെ ചേർത്ത് പിടിക്കുന്നു, മെഴുത്ത കാളയെ കൊല്ലുന്നു, വിരുന്നൊരുക്കുന്നു, വാദ്യങ്ങൾ മുഴക്കുന്നു. നീ മാനസാന്തരപ്പെട്ടത്. ഈ 3 ഉപമകളിലും കർത്താവ് പറയുന്നുണ്ട്, ഒരു പാപിയുടെ മാനസാന്തരത്തിലെ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഈസ്റ്ററിന്റെ സന്തോഷം പാപബോധത്തിന്റെ തിരിച്ചു പിടിക്കലാണ്. ഞാൻ പാപിയാണ്, എനിക്ക് കുറവുകളുണ്ട്, കർത്താവേ എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കണേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പാപബോധത്തിന്റെ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? അതാണ് നഷ്ടപ്പെട്ട ആടിനോടുള്ള സ്നേഹം. ഈ ലോകത്തിലെ പാപിയെ പഴിക്കാത്ത ഒരു കർത്താവ് നമ്മുടെ കർത്താവ് മാത്രമാണ്. നഷ്ടപ്പെട്ടതിലെ തേടി ചുമലിൽ കൊണ്ടുവരുന്ന ഒരു തമ്പുരാൻ നമ്മുടെ തമ്പുരാനാണ്, വേറൊരു തമ്പുരാനും അല്ല. വേറൊരു തമ്പുരാൻ ഒരു മതം അത് പ്രസംഗിക്കുന്നില്ല. അവരെ തൂക്കത്തിൽ ആശുവായിട്ട് നിന്നെ തൂക്കാനും അളക്കാനും ഇരിക്കുന്ന മതങ്ങളാണ്. ഈ മതം മാത്രമേ പാപിയോട് കരുണ കാണിക്കുന്നു. ഫുൾട്ടൻ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. ലോകം മുഴുവൻ കട്ടുമുടിച്ച കള്ളൻ സ്വർഗം കൂടെ എന്നോട് കരുണ കാണിക്കണേ. അവൻ എടുത്ത കള്ളനോട് പറഞ്ഞു, എടാ ദുഷ്ട, നീയും ഞാനും ചെയ്ത കുറ്റത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്. നീതിമാൻ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇന്ന് പറുദീസായിലാണ്. നോക്കു പ്രിയമുള്ളവരെ, പാപിക്ക് പറുദീസ തീട്ടൂരം തരുന്ന ഒരു കർത്താവിന്റെ, പാപിക്ക് പറുദീസ തീട്ടൂരം തരുന്ന ഒരു കർത്താവിന്റെ സദ്വാർത്തയാണ് സുവിശേഷം. അതാണ് ക്രിസ്തു മതം, അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, എൻ്റെ തമ്പുരാന്റെ മരണത്തിലും എൻ്റെ തമ്പുരാന്റെ സഹനങ്ങളിലും വാവിട്ട് കരയുന്നതല്ല നോമ്പ്. എൻ്റെ തമ്പുരാന്റെ പാപം മരണത്തിനും അവിടുത്തെ പീഡാനുഭവങ്ങൾക്കും എൻ്റെ പാപം കാരണമായല്ലോ. അതിൽ നിന്ന് എന്നെ വിമുക്തനാക്കണമേ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ചങ്കലപ്പൂട്ടുകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നോമ്പുകാലം. അത്തരത്തിലെ ഒരു നോമ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. സ്നേഹമുള്ളവരെ, ഈ 3-ാമത്തെ ദിവസം ആരാധനയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്കിനോട് പറയാനുണ്ട്, ഈ 50 ദിവസങ്ങളിലെ നിങ്ങൾ നടത്തേണ്ട തീർത്ഥാടനം അടിച്ചുവാരുന്ന തീർത്ഥാടനമാണ്. ആലസ്യത്തിൽ നിന്നും അലസതയിൽ നിന്നും വിടുതൽ തേടേണ്ട ഒരു പ്രായശ്ചിത്തമാണ്. എൻ്റെ തഴക്കദോഷങ്ങളിൽ നിന്ന്, എൻ്റെ വിട്ടുമാറാത്ത ആസക്തികളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാകുന്നതിന് തമ്പുരാന്റെ കരം പിടിക്കുന്നതിനുള്ള ദിവസങ്ങളാണ്. പാപബോധവും പശ്ചാത്താപവും. എൻ്റെ പാപബോധം, എൻ്റെ പശ്ചാത്താപം എൻ്റെ കർത്താവിൻ്റെ മരണത്തിലുള്ള എൻ്റെ പങ്കാളിത്തമാണ്. അവനോടുകൂടെ നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവൻ്റെ കുരിശിനോടുകൂടെ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഉത്ഥാനത്തിലെ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ അവൻ തിരിച്ചു തരും. ആ ശുഭാപ്തി വിശ്വാസം. ദാവീദ് നഷ്ടപ്പെടുത്തിയത് മുഴുവൻ ദാവീദിന് തിരിച്ചു കിട്ടിയതുപോലെ, ധൂർത്തപുത്രൻ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ തിരിച്ചു കിട്ടിയതുപോലെ, നഷ്ടപ്പെടുത്തിയത് മുഴുവൻ തിരിച്ചു ലഭിക്കാൻ ഞാനും നിങ്ങളും നടത്തുന്ന താപസ വഴികൾ,
അതിനെ നമ്മളെ ഉണർത്തുന്ന നാത്താന്റെ ഉണർത്തുപാട്ട്, അതാണ് നോമ്പുകാലം. തരത്തിൽ നോമ്പിനെ കാണാൻ നമുക്ക് കഴിയട്ടെ മക്കളെ. നീ എത്ര വലിയ പാപിയാണോ. ഞാൻ ദാവീദിനെ കൊണ്ടുവന്നത് അതാണ്. ദാവീദിനെ പോലെ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ, അവന്റെ വീഴ്ച അവന്റെ അന്ത്യമായില്ല. അവന്റെ വീഴ്ചയിൽ നിന്ന് അവൻ ഉത്ഥാനത്തിന്റെ രക്ഷാകരമായിട്ടുള്ള ചക്രവാളങ്ങളിലേക്ക് പറത്തുയർന്നു. ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ, തെറ്റിപ്പോയി കർത്താവേ, പോയി കർത്താവേ, തെറ്റിപ്പോയി. ഞാൻ ദുർഭകനാണ്, ഞാൻ പാപിയാണ്, എന്നെ കഴുകണേ. എൻ്റെ ഹൃദയത്തിലെ കണ്ണുനീരെ കഴുകാൻ എനിക്ക് ലഭിക്കാൻ നമുക്ക് നോമ്പുകാലം പ്രാപ്തമാകട്ടെ. കുമ്പസാരം എന്ന കൂദാശ ഒരു കളിയാക്കപ്പെടേണ്ട കൂദാശയല്ല. ഞാൻ കുർബാനയിലേക്ക് അടുക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിന് വൃത്തി ഉണ്ടാകണം. എൻ്റെ മുഖാവരണങ്ങൾ അഴിച്ചു മാറ്റണം. എൻ്റെ വൃത്തികേടുകൾ കഴുകിക്കളയണം. തെറ്റിപ്പോയി കർത്താവേ, നീ എന്നെ തൊടയണമേ. മകളെ പോയിക്കൊള്ളുക, പോയിക്കൊള്ളുക മകളെ. ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഇല്ല മകളെ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. എഴുന്നേൽക്കുക, മേലിൽ പാപം ചെയ്യരുത്. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നാളെ 4-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസമാണ്. 9 തൊട്ട് 10:30 വരെ നമുക്ക് ശുശ്രൂഷകളുണ്ട്. ഇന്ന് പാപബോധവും പശ്ചാത്താപവും ഈ നോമ്പുകാലം മുഴുവൻ നമ്മിലുണ്ടാകാൻ കർത്താവിൻ്റെ മുൻപിൽ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പ്രതീകം, ധൂർത്തപുത്രൻ്റെ പ്രതീകം, നഷ്ടപ്പെട്ട നാണയം തേടിയ പ്രതീകം, വാവിട്ട് കരഞ്ഞ പത്രോസിന്റെ പ്രതീകം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പ്രതീകം, പാപിയോട് കരുണ കാണിക്കുന്ന കർത്താവ് ഈ നോമ്പുകാലത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ബെത്സൈദ കുളത്തിൽ കാത്തിരിക്കുന്നു. ഇറക്കിക്കെടുത്താൻ ആളില്ലാത്ത, നിസ്സഹായനായ, നിയന്ത്രിക്കാൻ എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട എനിക്ക് എല്ലാം തിരിച്ചു തരാൻ കർത്താവ് കാത്തിരിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്ത് പൊൻകച്ച അണിഞ്ഞം കാണുന്നേശുവേ. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്ത് പൊൻകച്ച അണിഞ്ഞം കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന 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 കരുണ വർഷിക്കണമേ കർത്താവേ, കരുണ ചൊരിയണമേ. ആരാധന 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 ആരാധന.
ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ. ഈശോ, ആരാധന 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 നന്ദി കർത്താവേ, ആരാധന 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 ഈശോയേ. ഈശോ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് സ്വന്തമായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ നന്മകൾക്ക്, എല്ലാ നന്മകൾക്ക് കർത്താവേ, ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന, ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകള് മറക്കുന്നതാണ് പാപം. ദാവീദിനെ, കൊച്ചു ബാലനെ, ജെസ്സയുടെ 8ാമത്തെ യങ്സ്റ്റർ, അവന് എട്ടും പൊട്ടും തിരിയാത്ത സമയത്ത് അവന്റെ കവണിക്കകത്ത് കല്ല് വെച്ച് ഗോലിയാത്തിനെ കൊല്ലാൻ ഉപയോഗിച്ച കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചത്, അഭിഷേചിച്ചത്, തെരഞ്ഞെടുത്തത്, അത് മറക്കുക. എന്റെ ആരോഗ്യം, എന്റെ അറിവ്, എന്റെ സൗന്ദര്യം, എന്റെ കഴിവുകള്, അത് അഹന്തയാക്കുക. ദൈവത്തെ വെല്ലുവിളിക്കുക, ദൈവത്തെ മാറ്റി നിർത്തുക. എനിക്ക് പള്ളിയിൽ പോകാൻ നേരമില്ല, എനിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ നേരമില്ല, എനിക്ക് ഭാര്യയോട് ഇരിക്കാൻ, കുഞ്ഞുങ്ങളോട് ഇരിക്കാൻ നേരമില്ല. വെള്ളമടിച്ച് പുകവലിച്ച് എന്റെ ജീവിതം നശിപ്പിക്കുന്ന നിമിഷങ്ങൾ. യുദ്ധം നടത്തേണ്ട ദാവീദ് അതിർത്തികൾ കാക്കേണ്ടതിന് പകരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മട്ടുപ്പാവിൽ ഉലാത്തി മുകളിലേക്ക് നോക്കിയ വാഗ്ദത്ത പേടകം, മന്ന സൂക്ഷിക്കുന്ന വാഗ്ദത്ത പേടകം, 10 കൽപ്പനകള്, മോശയുടെ വടി എല്ലാം സൂക്ഷിച്ച വാഗ്ദത്ത പേടകത്തിന് പകരം കുളക്കടവിലേക്ക് താഴോട്ട് നോക്കി ബത്ശേബയുടെ നഗ്നതയിലെ പാപം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപം ദൈവത്തെ മറക്കുന്നത്, ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്, കള്ളത്തരം കാണിക്കുന്നത്, ഒളിച്ചു വെക്കുന്നത്, പുറത്തെടുക്കുക. അപ്പസ്തോലനായ പത്രോസ് ചോദിച്ചില്ല അനന്യാസിനോട്, ശബ്ബീറാലേക്കും വിറ്റ വിലയ്ക്ക് തന്നെയാണോ നിങ്ങൾ തമ്പുരാന് നേർച്ച കൊണ്ടുവന്നിരിക്കുന്നത്? അതിൽ നിന്നൊരു ഭാഗം ഒളിച്ചു വെച്ചു. ആ ഒളിച്ചു വെച്ചതാണ് ആ മരണത്തിന് കാരണമായത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒളിച്ചു വെക്കുന്ന പാപങ്ങള്. എന്താ കുമ്പസാരത്തിന് കുറവ്? എന്റെ പാപം വൈദികൻ അറിഞ്ഞാലേ എന്റെ മാന്യത നഷ്ടപ്പെടും. ഒളിച്ചു വെക്കുമ്പോഴും നിങ്ങൾ പാപത്തിലെ മരിക്കുന്നു. ഒളിച്ചു വെക്കുന്ന പാപങ്ങൾ മരണക്കുഴിയാണ്. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, കുർബാന, കുടുംബ പ്രാർത്ഥന. ആരെയും ചതിക്കരുത്. ഊറിയായെ കൊന്നുകളഞ്ഞു. താൻ ചെയ്ത പാപത്തിന് ഗർഭസ്ഥ ശിശുവിനെയും നിയമാനുസൃതമായിട്ടുള്ള അപ്പനെ കിട്ടാൻ ഊറിയ കൊല്ലം ചെയ്യപ്പെട്ടു. ഞാനും നിങ്ങളും നീതിക്ക് നിരക്കാത്ത പാപങ്ങള്, കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നതല്ല കൊലപാതകം. മനുഷ്യന്റെ മാന്യത, മനുഷ്യന്റെ സൽപ്പേര്, എത്രയോ പാവങ്ങള് മാധ്യമങ്ങളിലൂടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് കൈയടിച്ച ഞാനും നിങ്ങളും കർത്താവിനെ പീലാത്തോസ് നിർത്തി ചോദിച്ചു, ഇവനെ വേണോ? അത് ബറാബാസിനെ വേണോ? ബറാബാസിനെ മതി. അവനെ കൊല്ലുക.
എത്രയോ പാവങ്ങളെ ഞാനും നിങ്ങളും കഴുമരത്തിൽ കയറ്റിയിരിക്കുന്നു. ഊറിയ കൊല ചെയ്യപ്പെട്ടതുപോലെ. പ്രിയമുള്ളവരെ, നമുക്ക് അടിച്ചു വൃത്തിയാക്കാം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിത്വങ്ങളെ, നമ്മുടെ വൈകല്യങ്ങളെ ഒളിച്ചു വെക്കല്ല. ക്രൂശിന്റെ താഴെ നിൽക്കുക. കർത്താവേ കരുണ തോന്നണേ, കർത്താവേ കരുണ തോന്നണേ, കരുണ കാണിക്കണം കർത്താവേ. നല്ല കള്ളനോട് കർത്താവ് നീ ഇന്ന് പറുദീസായില്ല ഒറ്റ വാക്കില് വാവിട്ട് നിലവിളിച്ചു. അപ്പാ എന്ന് വിളിച്ച ധൂർത്തപുത്രനെ കഴുകിയ കർത്താവ് എന്നെ കഴുകും. ക്രിസ്തു വന്നത് പാപികളെ തേടിയ, ഒളിച്ചിരിക്കുന്ന പാപിയെ വിളിച്ചിറക്കിയ കർത്താവ്. സക്കേവുസേ താഴോട്ട് വരിക. അവന്റെ വീട്ടിലെ അവന്റെ സൽക്കാര സ്വീകരിച്ച കർത്താവ്. എന്റെ പാപങ്ങള് ഓർമ്മപ്പെടുത്താൻ ദൈവമയക്കുന്ന നാത്താനാണ് നോമ്പുകാലം. എന്റെ വീട്ടിലെ നാത്താൻ പ്രവാചകന്റെ ശബ്ദമാണ് നോമ്പുകാലം. വിശ്വസിക്കുന്നു കർത്താവേ. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുക, കഴുകുക, വൃത്തിയാക്കുക. നമുക്ക് ആലസ്യങ്ങൾ വിടുക. ദാവീദിനെ പോലെ കരയാം. കർത്താവേ കരുണ തോന്നണമേ, ദയാപൂർവ്വം എന്റെ പാപങ്ങളും മായ്ക്കണമേ. ഞാൻ ദുർഭകനാണ്, ഞാൻ ദുഷ്ടനാണ്, ഞാൻ കൊലപാതകയാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നീ തൊട്ടാൽ ഞാൻ ഹർമോണിലെ മഞ്ഞ് പോലെ വെണ്മയുള്ളവനാകും. കർത്താവെ തൊടയണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ. കഴുകണ കർത്താവേ, എന്നെ കഴുകണ കർത്താവേ, എന്റെ പാപങ്ങൾ ഏറ്റെടുക്കണേ. നിന്റെ മുറിക്കപ്പെട്ട അപ്പം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാ, നിന്റെ ചിന്തപ്പെട്ട രക്തം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാ. കർത്താവേ തട്ടിപ്പ് മാറ്റാൻ ഒളിച്ചിരിക്കാതെ കർത്താവേ വെളിച്ചത്തിലേക്ക് വരാൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുന്നു. ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ ചൊരിയണമേ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയം എല്ലാം പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപയും കരുണയും ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിൽ ഒഴുകപ്പെടുവാൻ എല്ലാം പറഞ്ഞ് വിളിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കടങ്ങൾക്ക് പൊറുതിയും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ കർത്താവേ കഴുകി ശുദ്ധീകരിക്കണമേ. തിരിച്ചോര കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാമാനകിടയിലാണേ. എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾ കഴുകുന്ന കർത്താവിൻ്റെ മുൻപിൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി 9 മണി തുടങ്ങി 10:30 വരെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.